യോഹന്നാന്റെ സുവിശേഷം ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരുപാട് പേർ വായിച്ചിട്ടുള്ളൊരു പുസ്തകമാണ്. പക്ഷേ സ്നൈറ്റി ഇതൊരു സാധാരണ ജീവചരിത്രമല്ല, മറിച്ച് വളരെ തന്ത്രപരമായി നിർമ്മിച്ച ഒരു കേസ് ഫയൽ പോലെയുള്ള ഒരു വാദമാണ്. അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഘടനയൊന്ന് കീറിമുറിച്ച് പരിശോധിക്കാനാണ്. റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. സാധാരണ ഒരു കഥ തുടങ്ങുന്ന പോലെയല്ല യോഹന്നാൻ തുടങ്ങുന്നത്. ഒരു വലിയ പ്രഖ്യാപനത്തോടെയാണ്, പ്രപഞ്ചത്തോളം തന്നെ പഴക്കമുള്ള ഒന്ന്. ആദിയിൽ വചനമുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ ഒരൊറ്റ വാചകമാണ് ഈ മുഴുവൻ പുസ്തകത്തിന്റെയും അടിത്തറയെന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം ഇതിന്റെ ഒരു വിശദീകരണം മാത്രമാണ്. അപ്പൊ സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം വരും, അല്ലേ? എന്താണ്, അല്ലെങ്കിൽ ആരാണ് ഈ വചനം? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു ഡിറ്റക്റ്റീവ് സ്റ്റോറി പോലെയാണെന്ന്. കാരണം ഈ പുസ്തകത്തിന്റെ രചയിതാവ് നമുക്ക് മുന്നിലേക്ക് ഓരോ തെളിവുകളായി ഇങ്ങനെ നിരത്തിവെക്കുകയാണ്. ആ വചനം ആരാണെന്ന് നമ്മളെക്കൊണ്ട് തന്നെ കണ്ടുപിടിപ്പിക്കാൻ. ഇവിടെയാണ് പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം വരുന്നത്. ആ വചനം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു എന്ന്. അപ്പൊ പിന്നെ വെറുതെ പറഞ്ഞാ പോരല്ലോ, തെളിയിക്കണ്ടേ? ഇനി ആ ഗ്രന്ഥകർത്താവ് തന്റെ വാദങ്ങൾ ഓരോന്നായി തെളിയിക്കാൻ പോവുകയാണ്. നമുക്ക് ആ തെളിവുകളുടെ ആദ്യത്തെ സെറ്റിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോ ഈ രചയിതാവ് അവതരിപ്പിക്കുന്ന ആദ്യത്തെ തെളിവ് വെറും അത്ഭുതങ്ങൾ എന്നല്ല അദ്ദേഹം അതിനെ വിളിക്കുന്നത്. പകരം അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക വാക്കുണ്ട്: അടയാളങ്ങൾ. അനേകം അത്ഭുതങ്ങളുണ്ടെങ്കിലും അതിൽ നിന്ന് വെറും 7 മാത്രം വളരെ ശ്രദ്ധയോടെ തെരഞ്ഞെടുത്തു വെച്ചിരിക്കുകയാണ്. എന്തിനായിരിക്കും ഈ 7 മാത്രം? കാരണം ഓരോ അടയാളത്തിനും എന്തോ ഒരു പ്രത്യേക കാര്യം നമ്മളോട് പറയാനുണ്ട്. മാത്രമല്ല, ഈ അടയാളങ്ങളെ വെറുതെ അങ്ങ് പറയുകയല്ല, ഒരു പ്രത്യേക ക്രമത്തിലാണ് വെച്ചിരിക്കുന്നത്. നോക്കൂ, തുടക്കം കാനായിലെ ഒരു ചെറിയ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കുന്നതിൽ നിന്നാണ്. പിന്നെ പതിയെ പതിയെ അത് വളർന്ന് ആയിരക്കണക്കിന് ആളുകളെ ഊട്ടുന്നതിലേക്കെത്തുന്നു. എന്നാൽ ഇതിന്റെയൊക്കെ ക്ലൈമാക്സ് എന്താണെന്നറിയുമോ? മരണത്തെ തന്നെ തോൽപ്പിക്കുന്ന, ലാസറിനെ ഉയിർപ്പിക്കുന്ന ആ സംഭവം. എന്തൊരു പവർഫുൾ സീക്വൻസ് ആണല്ലേ? അപ്പൊ ഇതിലെ പോയിന്റ് എന്താന്ന് വെച്ചാല്, ഇവ വെറും മാജിക് അല്ല, ഓരോന്നും ഓരോ വിരൽ ചൂണ്ടലാണ്. ഇത് വായിക്കുന്ന ആളോട് ഒരേ ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കാണ്: ഹേയ്, ഇതൊക്കെ ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ പ്രവൃത്തികൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് വാക്കുകളിലേക്ക് വരാം. അതായത് അദ്ദേഹം ആരാണെന്ന് അദ്ദേഹം തന്നെ നേരിട്ട് പറയുന്ന ആ 7 ഞാനാകുന്നു പ്രഖ്യാപനങ്ങളിലേക്ക്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. കേൾക്കുമ്പോൾ നല്ല ഭംഗിയുള്ള വാക്കുകൾ അല്ലേ? പക്ഷേ ഇതൊരിക്കലും വെറും കവിതയല്ല. ആ പഴയ യഹൂദ പശ്ചാത്തലത്തിൽ ഞാൻ ആകുന്നു എന്ന് പറയാനുള്ള അവകാശം ദൈവത്തിന് മാത്രമായിരുന്നു. അപ്പോ ഇത് വളരെ ശക്തമായ നേരിട്ടുള്ള ഒരു അവകാശവാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇവിടെയാണ് ഈ എഴുത്തുകാരന്റെ ഒരു ബ്രില്യൻസ് നമ്മൾ കാണുന്നത്. നോക്കൂ, ഒരു വശത്ത് പ്രവൃത്തികൾ, അതായത് അടയാളങ്ങൾ, മറുവശത്ത് വാക്കുകൾ, ആ ഞാനാകുന്നു എന്ന പ്രഖ്യാപനങ്ങൾ. ഇവ രണ്ടും കൃത്യമായി ഒന്നിച്ചു പോകുന്നു. ചെയ്ത കാര്യങ്ങൾ വാക്കുകളിലൂടെ ഉറപ്പിക്കുന്നു, പറഞ്ഞ കാര്യങ്ങൾ പ്രവൃത്തിയിലൂടെ തെളിയിക്കുന്നു. രണ്ടും വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു സത്യത്തിലേക്കാണ്. പക്ഷെ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാവരും കൈയടിച്ച് സ്വീകരിച്ചോ എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഒരിക്കലുമല്ല. ഇത് ആ സമൂഹത്തെ കൃത്യം 2ആയിട്ട് വിഭജിച്ചു. അവിടെ നിന്നാണ് ഒരു വലിയ സംഘർഷം തുടങ്ങുന്നത്. യോഹന്നാന്റെ ലോകം എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോകമാണ്. ഒന്നുകിൽ വെളിച്ചം അല്ലെങ്കിൽ ഇരുട്ട്, ഒന്നുകിൽ വിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം. ഇതിന്റെ ഇടയിൽ ഒരു ഗ്രേ ഏരിയ ഇല്ല. ഈ പുസ്തകം നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കഥയിൽ ആർക്കും വെറുതെ ഒരു കാഴ്ചക്കാരനായിട്ട് മാറി നിൽക്കാൻ പറ്റില്ല. ഒരു പക്ഷം തെരഞ്ഞെടുത്തേ മതിയാകൂ. അധികാരത്തിലിരിക്കുന്നവർ ഇതിനെ എങ്ങനെയാണ് കണ്ടത്? ശബത്ത് നിയമം പോലെയുള്ള നൂറ്റാണ്ടുകളായി അവർ പിന്തുടരുന്ന പാരമ്പര്യങ്ങളെ ഇയാളെ ലംഘിക്കുകയാണ്. അപ്പൊ അവരുടെ കണ്ണിൽ ഇയാളെ ദൈവത്തിൽ നിന്നുള്ളവനല്ല, മറിച്ച് സമൂഹത്തിന് അപകടകാരിയായ ഒരു നിയമലംഘകനാണ്. അപ്പൊ നോക്കൂ, ഒരു വശത്ത് നിയമലംഘകൻ എന്നുള്ള ആരോപണം, മറുവശത്തോ ഞാനും പിതാവും ഒന്നാണ് എന്ന് പറയുന്ന, കേൾക്കുന്നവരെ ഞെട്ടിക്കുന്ന ഒരു അവകാശവാദം. ഇതിന്റെ ഇടയ്ക്ക് ഒരു കോംപ്രമൈസിന് യാതൊരു സാധ്യതയുമില്ല. ഒന്നുകിൽ അദ്ദേഹം പറയുന്നത് സത്യമായിരിക്കണം, അല്ലെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ മതനിന്ദയായിരിക്കണം. ലാസറിനെ മരണത്തിൽ നിന്ന് തിരികെ വിളിച്ച ആ സംഭവം, അത് വെറുമൊരു അടയാളം മാത്രമായിരുന്നില്ല, അതായിരുന്നു എല്ലാറ്റിന്റെയും അവസാനം. അതോടെ ചർച്ചകളും വാദപ്രതിവാദങ്ങളുമൊക്കെ കഴിഞ്ഞു. ഇനി ഇയാളെ നിശബ്ദനാക്കാൻ ഒരൊറ്റ വഴിയുള്ളൂ എന്നവർ തീരുമാനിച്ചുറപ്പിച്ചു: മരണം. അങ്ങനെ കഥയതിന്റെ ക്ലൈമാക്സിലേക്കെത്തുകയാണ്. പക്ഷേ യോഹന്നാൻ ഇതിനെ ഒരു ദുരന്തമായിട്ടല്ലട്ടോ അവതരിപ്പിക്കുന്നത്, മറിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മഹത്വീകരണത്തിന്റെ, ഗ്ലോറിഫിക്കേഷന്റെ ഒരു സമയമായിട്ടാണ്.
മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയം വന്നിരിക്കുന്നു. ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഇതിൽ ഭയത്തിന്റെ ഒരു കണിക പോലുമില്ല. മറിച്ച് താൻ എന്തിനാണോ വന്നത്, ആ ജീവിത ദൗത്യം പൂർത്തിയാക്കാൻ പോകുന്നു എന്നതിന്റെ ഒരു പ്രഖ്യാപനമാണിത്. നമ്മൾ നേരത്തെ 7 അടയാളങ്ങളെക്കുറിച്ച് സംസാരിച്ചത് ഓർക്കുന്നുണ്ടോ? എന്നാൽ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അവസാനത്തെ അടയാളം എന്നു പറയുന്നത് ഈ സംഭവങ്ങളുടെ ഒരു പരമ്പരയാണ്. അദ്ദേഹത്തിന്റെ അറസ്റ്റ്, വിചാരണ, കുരിശുമരണം, പിന്നെ ഉയിർത്തെഴുന്നേൽപ്പ്. ഇതെല്ലാം ചേർന്നതാണ് അദ്ദേഹം ആരാണെന്നതിന്റെ ഏറ്റവും ശക്തമായതും അവസാനത്തേതുമായ തെളിവ്. കുരിശിൽ കിടന്നുകൊണ്ട് അദ്ദേഹം പറയുന്ന ആ വാക്കുകൾ എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇതൊരു തോറ്റ മനുഷ്യന്റെ അവസാന വാക്കുകളല്ല, മറിച്ച് ഒരു ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ഒരാളുടെ പ്രഖ്യാപനമാണ്. ആദിയിലുണ്ടായിരുന്ന ആ വചനം ഭൂമിയിൽ ചെയ്യാൻ വന്ന കാര്യങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അവസാനം എന്തിനാണ് താൻ ഇങ്ങനെയൊരു പുസ്തകം എഴുതിയതെന്ന് ഗ്രന്ഥകർത്താവ് നമ്മളോട് നേരിട്ട് തുറന്നു പറയുകയാണ്. ഇത് വെറുതെ ഒരു ചരിത്രം രേഖപ്പെടുത്താനല്ല, മറിച്ച് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ജീവനുണ്ടാകണം. അപ്പോൾ ഇതൊരു പുസ്തകം എന്നതിലുപരി ഒരു ലക്ഷ്യമാണ്. അപ്പോ നമ്മൾ അവസാനം എത്തി നിൽക്കുന്ന ചോദ്യം ഇതാണ്. അടയാളങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ കൊണ്ട് പടുത്തുയർത്തിയ ഈയൊരു കഥയ്ക്ക് 2000 വർഷങ്ങൾക്കിപ്പുറവും ഈ ലോകത്തെ ഇത്രയധികം സ്വാധീനിക്കാൻ എങ്ങനെ കഴിയുന്നു? ഈ പുസ്തകത്തിന്റെ ഈയൊരു ഘടന മനസ്സിലാക്കിയപ്പോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്തെങ്കിലും മാറ്റം വന്നോ? ഒന്ന് ആലോചിച്ചു നോക്കൂ.